ഹായ് നമസ്കാരം. ലില്ലിയസ് ലൈറ്റിലേക്ക് സ്വാഗതം. ഞാനൊരു മഹാസംഭവമാണെന്ന് കരുതി നടന്നയാള് 5000 തരുണിമണികളുടെ കാമുകൻ കമലാസുരയ്യ തന്റെ റോൾ മോഡലാണ് പോലും. ഭാര്യ വീട്ടില്ലാത്ത സമയം ഈ 5000-ൽ ഒരുത്തിയെ വിളിച്ച് ബെഡ്റൂമിൽ ഇന്റർവ്യൂ നടത്തിയായിരുന്നത് ഭാര്യ സിന്ധു മേനോൻ അറിഞ്ഞ് വന്ന് കയ്യോടെ പൊക്കി. മന്ത്രി ഭർത്താവിന്റെ ചെയ്തികൾ 112 വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്തു. പക്ഷേ പോലീസിന്റെ പക്ഷത്ത് നിന്ന് തനിക്കൊരു സഹായവും കിട്ടിയില്ല. മാത്രമല്ല, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വന്ന് തന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി, ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങി എന്നാണ് അവർ പറഞ്ഞത്. ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടും പോലീസ് ഒരു സഹായവും ചെയ്തില്ല. ഇതാണ് കേരള പോലീസ്. വർഷങ്ങൾക്ക് മുമ്പ് സോളാർ നായികയെ മന്ത്രിമന്ദിരത്തെ വിളിച്ച് താമസിപ്പിച്ച് ഇന്റർവ്യൂ നടത്തിയത് അവരുടെ ഭർത്താവ് അറിഞ്ഞ് വന്ന് മന്ത്രിയുടെ മുഖം അടിച്ച് പൊട്ടിച്ചത് ആ വാർത്ത TV-യിൽ നമ്മളെല്ലാം കണ്ടതാണ്. പൊതുജീവിതത്തിൽ അല്പം പോലും ധാർമ്മികത പുലർത്താത്ത ഈ മനുഷ്യനെ നമ്മൾ ചുമക്കണം. 12 വർഷത്തിന് മുമ്പ് മുൻ ഭാര്യ ഏഷ്യാനെറ്റിൽ വന്നിരുന്ന് കരഞ്ഞത് നമ്മളൊക്കെ കണ്ടതാണ്. ഇയാളുടെ വഴിവിട്ട ബന്ധങ്ങൾ ഒന്നല്ല, പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ അറിഞ്ഞ് സഹികെട്ടാണ് ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞത്. മന്ത്രിയുടെ സ്വഭാവങ്ങൾ മുമ്പ് തന്നെ അച്ഛൻ പൊതുമധ്യത്തിൽ പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ഈ അധമൻ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. അന്തസ്സുണ്ടെങ്കിൽ MLA പദവി അയാൾ രാജിവെക്കാൻ പറയണം. അപ്പോൾ ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അന്തസ്സുണ്ടെങ്കിൽ മന്ത്രി പദവിയും MLA പദവിയും രാജിവെക്കണം. ഒരു കാര്യം ഓർമ്മ വരുന്നത്, പണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു ബാലൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാജാവിതാ ഉടുമുണ്ടില്ലാതെ നിൽക്കുന്നേ എന്ന്. ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ മന്ത്രിക്ക്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് ചെയ്ത് കാലം കണക്ക് ചോദിക്കുന്നു. അത് തന്നെ. താങ്ക് യു.